ഒരു ഉൾഗ്രാമത്തിലുള്ള സെമിത്തേരി പള്ളിയിൽ ഒരു രാത്രി അസ്വാഭാവികമായ ഒരു സൗണ്ട് കേട്ടു. അന്ന് അടക്കം ചെയ്ത ആ ഒരു ഏരിയയിൽ നിന്ന് കപ്പ്യാര് അതെന്താണെന്ന് അറിയാൻ ആ ഒരു ഭാഗത്തേക്ക് നിന്ന് നോക്കി. പക്ഷെ ഒന്നും കാണുന്നില്ല. വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്ന് അലർച്ച കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. ഒരു പേടിയോടുകൂടിയാണെങ്കിലും അദ്ദേഹം ആ ഒരു ഏരിയയിലേക്ക് നടന്നു. വീണ്ടും ആ അലർച്ച കേട്ടു. അദ്ദേഹത്തിന് ഹൃദയമെടുപ്പ് കൂടി. അങ്ങനെ ആ ഒരു കല്ലറയുടെ അടുത്ത് അദ്ദേഹം എത്തി. അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കല്ലറയിൽ കണ്ടത്. ആരോ ആ കല്ലറയിൽ ഒരു ചുവപ്പ് പുഷ്പം അർപ്പിച്ചിരുന്നു. ആ ചുവപ്പ് പുഷ്പങ്ങളിലിടയിൽ ചോര കൊണ്ട് ഒരു പേര് എഴുതിയിരുന്നു, തോമസ് മാത്യു. അത് കണ്ട മാത്രയിൽ അദ്ദേഹം ഒന്ന് പേടിച്ചു പോയി. കാരണം അപ്പോൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്ന പള്ളിയിലച്ചനായിരുന്നു തോമസ് മാത്യു. ആ പേര് ചോര കൊണ്ടാണ് എഴുതിയിരുന്നത്. ആ ചോരത്തുള്ളികൾ ഇറ്റി അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട കപ്പ്യാർക്ക് പെട്ടെന്ന് മനസ്സിലായി അച്ഛൻ എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. അദ്ദേഹം ഓടി ആ ഒരു പള്ളിയിലച്ഛൻ്റെ റൂമിന്റെ മുന്നിലെത്തി. അപ്പോഴാണ് കപ്പ്യാരുടെ തലയ്ക്ക് എന്തോ അടി കിട്ടിയ പോലത്തെ ഒരു അസ്വസ്ഥത തോന്നി. ബോധം ഇപ്പോൾ മറിയും എന്നുള്ള തോന്നൽ വന്നതോടുകൂടി ആടി ഉലഞ്ഞ് അദ്ദേഹം താഴെ വീണു. ബോധം മറിയുന്നതിന് മുന്നേയായി ആ റൂമിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു രൂപം ആ റൂമിലേക്ക് പോകുന്നതും ആ റൂമിൽ ഒരു വെളിച്ചം നിറയുന്നതായിട്ടും കപ്പ്യാർ കണ്ണടയുന്നതിന് മുന്നേയായിട്ട് കണ്ടു. നേരം വെളുത്തപ്പോഴാണ് കപ്പ്യാർ കണ്ണു തുറന്നത്. അപ്പോഴാ നടുക്കുന്ന സത്യം അറിഞ്ഞു. ഫാദർ മരിച്ചിരിക്കുന്നു. നാട്ടുകാരും ജനങ്ങളും എല്ലാം കൂടിയിരിക്കുന്നു. അവരിൽ ആരോ ആണ് കപ്പ്യാരെ തട്ടി ഉണർത്തിയത്. അച്ഛൻ താഴെ തലയടിച്ച് മരിച്ച നിലയിലാണ് കണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തോളം ആ ഒരു നടുക്കം വിട്ടുമാറാതെ കപ്പ്യാർ നടന്നു. പിന്നീട് ഒരു ദിവസം മുറ്റത്ത് നിന്ന് ഒരു കുതിരവണ്ടി ഓടിപ്പോകുന്നത് പോലെ ഒരു സൗണ്ട് കേട്ടു. അതോടൊപ്പം തന്നെ അന്ന് കേട്ട ആ ഒരു അലർച്ചയും ആ ഒരു ശ്മശാനത്ത് നിന്ന് വീണ്ടും കേട്ടു. അദ്ദേഹം പേടിയോടെ വിറയ്ക്കുന്ന കാലുകളോടെ ആ ഭാഗത്തേക്ക് നടന്നു. അതേ ആ ശവക്കല്ലറിൽ തന്നെയാണ് ആ ഒരു സൗണ്ട് കേട്ടത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് പുതിയൊരു പേര് തെളിഞ്ഞിരിക്കുന്നു. ചോര കൊണ്ട് എഴുതിക്കുന്നു, മേഴ്സി. അപ്പോൾ ആ ഒരു ഇടവകയിലൊന്നും ആ ഒരു പേരിൽ ആരും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമാധാനത്തോടെ അദ്ദേഹം തിരിച്ചു നടന്നു. പക്ഷേ പിറ്റേ ദിവസം അതേ പേരിൽ ഒരു ബോഡി അവിടെ എത്തിയിരുന്നു. ഒരു വാഹനാപകടത്തിൽ മരിച്ച ഒരു മേഴ്സി. അദ്ദേഹം നടുങ്ങി തെറിച്ച് അന്നും ഇരുന്നു പോയി. പക്ഷേ ഒരു സംശയം മാത്രം കപ്പ്യാർക്ക് ബാക്കിയായി. കാരണം അന്ന് രാത്രി ഒരു കുതിരവണ്ടി ഓടുന്ന സൗണ്ട് ഞാൻ കേട്ടല്ലോ, അതെവിടുന്നായിരിക്കും? അതൊരു ആശ്ചര്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങ് കിടന്നു. ഈ ഒരു തന്റെ അനുഭവം നാട്ടുകാരോടും പള്ളിയിലുള്ളവരോടും പറഞ്ഞെങ്കിലും ആരും തന്നെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പുതിയൊരു വികാരി അച്ഛൻ അവിടെ ചാർജ് എടുത്തു. അദ്ദേഹത്തിനോടും കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആ ഒരു കല്ലറയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു നെഗറ്റീവ് ഒരു എനർജി ഫീൽ ചെയ്തു. കപ്പ്യാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പള്ളിയിലച്ഛന് മനസ്സിലായി. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ മുൻകാലങ്ങളിൽ ആരൊക്കെയായിരുന്നു കപ്പ്യാരായിട്ടുള്ളത് അവരോട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുമെന്ന് അദ്ദേഹം ഓർത്തു. തിരിഞ്ഞു നിന്ന് കപ്പ്യാരോട് അച്ഛൻ ആ കാര്യം പറഞ്ഞു. നാളെ തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കപ്പ്യാരെ പോയി കാണണമെന്ന്. അങ്ങനെ അവരത് തീരുമാനമാക്കി അന്ന് രാത്രി പോയി കിടന്നു. അന്ന് രാത്രി കപ്പ്യാർ ഉറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു അലർച്ചയും ആ ഒരു കുതിരവണ്ടി സൗണ്ടും വീണ്ടും കേട്ടത്. പിന്നെ ഒന്നും അദ്ദേഹം ചിന്തിച്ചില്ല. ഓടി പള്ളിയിലച്ഛൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് നടന്നു. അങ്ങനെ ആ കല്ലറയുടെ അടുത്ത് ചെന്നപ്പോഴാണ് രക്തം കിനിയുന്ന രീതിയിൽ മറ്റൊരു പേര് തെളിഞ്ഞിരിക്കുന്നു, ഐസക്. അവർ ഒരു നിമിഷം നടുങ്ങിപ്പോയി. കാരണം പിറ്റേ ദിവസം അവർ കാണാനിരുന്ന ആ പഴയ കപ്പ്യാരായിരുന്നു അത്. അപ്പോൾ പള്ളിയിലച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു, അദ്ദേഹത്തെ എങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പുറപ്പെടാം. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അപ്പോൾ തന്നെ അവർ പുറപ്പെട്ടു. ആ വീട്ടിലെത്തിയപ്പോഴാണ് ആ വീട്ടിൽ നിറയെ ആളുകൾ നിൽക്കുന്നത് കണ്ട് അദ്ദേഹം മരിച്ചിരിക്കുന്നു. എന്താണ് മരണകാരണമെന്ന് ചോദിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഒരു കുഴപ്പമില്ലായിരുന്ന ആൾക്ക് പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത ഞെട്ടലായിരുന്നു. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ആ രാത്രി അച്ഛൻ പുറത്ത് കുറച്ചു നേരം ഇരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പെട്ടെന്നാണ് ആ ഒരു കുളമ്പടി സൗണ്ട്, ആ ഒരു കുതിരവണ്ടിയുടെ സൗണ്ടും അലർച്ചയും ഒരുമിച്ച് കേട്ടത്. പേടിച്ചു പോയ കപ്പ്യാര് ഓടി പള്ളിയിലച്ഛൻ്റെ അടുത്തെത്തി. അവർ വീണ്ടും അങ്ങോട്ട് തന്നെ നടന്നു. അപ്പോൾ പുതിയൊരു പേര് അവിടെ തെളിഞ്ഞിരിക്കുന്നു, മാർക്കോ. അത് കണ്ട് പേടിച്ചു പോയി. അത് നമ്മുടെ കപ്പ്യാരുടെ പേര് തന്നെയായിരുന്നു. സ്വന്തം പേര് ചവക്കല്ലറിൽ തെളിഞ്ഞപ്പോൾ
അദ്ദേഹത്തിന് ബോധം മറിയുന്നത് പോലെ തോന്നി. എന്തു തന്നെയായാലും തന്റെ കപ്പ്യാരെങ്കിലും രക്ഷിച്ചെടുക്കണമെന്ന് പള്ളിയിലച്ചന് തോന്നി. അദ്ദേഹം എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോഴാണ് പഴയ കാലഘട്ടത്തിൽ അന്നത്തെ വികാരിയുടെ കൂടെ സഹായിയായി നിന്നിരുന്ന ഒരു വൃദ്ധനെ കണ്ടത്. അദ്ദേഹത്തോട് അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പള്ളിയിലച്ചൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ആ വൃദ്ധൻ പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുതിരവണ്ടിയിൽ ഒരു അപരിചിതൻ വന്നിരുന്നു. പക്ഷേ പള്ളിമേടയിൽ എന്തൊക്കെയോ മോഷണം പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് തല്ലിക്കൊന്നു. അദ്ദേഹത്തിന് ശവം അടക്കിയ ആ ഒരു കല്ലറയിലാണ് ഇന്നും ഈ ഒരു സംഭവങ്ങളെല്ലാം തെളിയുന്നത്. കാരണം അത്രയ്ക്കും പ്രതികാരദാഹിയായി ആ ഒരു ആത്മാവ് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനെന്ന്. മറ്റൊരു കാര്യം കൂടി വൃദ്ധൻ പറഞ്ഞു, നമ്മുടെ പള്ളിയുടെ ബാക്കിലുള്ള ആ ഷെഡിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ ഒരു കുതിരവണ്ടിയെന്ന്. ഈ സംഭവങ്ങളെല്ലാം പറയലും ആ ഒരു വൃദ്ധൻ മടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ പള്ളിയിലച്ചൻ ആ ഒരു ഷെഡിലേക്ക് നടന്നു. ആ ഒരു കുതിരവണ്ടി കത്തിക്കുകയായിരുന്നു ആദ്യം അദ്ദേഹം ചെയ്തത്. കുതിരവണ്ടി കത്തിച്ചപ്പോൾ ആ ഒരു പഴയ ഷെഡും കൂടി കത്തിപ്പോയി. ആ ഒരു നിമിഷത്തിലാണ് കപ്പ്യാർ ഓടി വന്ന് ഫാദറെ കെട്ടിപ്പിടിച്ചത്. തനിക്ക് തീരെ വയ്യ എന്നും പെട്ടെന്ന് തന്നെ കുനിഞ്ഞു നിന്ന് ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. ആ ഒരു നിമിഷം പള്ളിയിലച്ചൻ എന്താ ചെയ്യാന്നുള്ളൊരവസ്ഥയിലായി. കാരണം താൻ ചെയ്യുന്നതെല്ലാം തെറ്റായി മാറുകയാണോ? എങ്ങനെയെങ്കിലും കപ്പ്യാരെ രക്ഷിച്ചേ മതിയാവും. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ആ ഒരു ശവക്കല്ലറ തുറന്ന് അതിനുള്ളിൽ അസ്ഥികൾ കത്തിക്കണം, എന്നാലേ ഇതിന് രക്ഷയുള്ളൂ എന്ന് തോന്നി. പെട്ടെന്ന് തന്നെ ആ ഒരു ശവക്കല്ലറയുടെ അടുത്തെത്തി. കല്ലറ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് ദ്രവിച്ച് തീരാറായ കുറച്ച് അസ്ഥികൾ മാത്രം. അദ്ദേഹം അതും എടുത്ത് പുറത്തിട്ട് കത്തിച്ചു. അതിനുശേഷം കപ്പ്യാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം ബോധമറ്റ് കമന്നു കിടക്കുകയായിരുന്നു. അതിനുശേഷം കപ്പ്യാരെ താങ്ങിയെടുത്ത് അദ്ദേഹം വെള്ളം കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്വാസോച്ഛ്വാസം നേരെയായി. കപ്പ്യാർ എണീറ്റിരുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി. അങ്ങനെ പള്ളിയിലേക്ക് വന്ന ആ വിപത്ത് ഒഴിഞ്ഞു പോയിരിക്കുന്നെന്ന് പള്ളിയിലച്ചന് മനസ്സിലായി. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.